യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവവചനം കണ്ടും വായിച്ചും കേട്ടും കർത്താവ് നമുക്ക് നൽകിയ ഈ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 26-ാം തിരുവചനം. എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനിയേലിൻ്റെ ദൈവത്തിനു മുമ്പിൽ ഭയന്നു വിറയ്ക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. എന്തെന്നാൽ അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. അവിടുത്തെ ആധിപത്യത്തിന് അവസാനമില്ല. ദൈവനാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ദാരിയൂസ് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടതിടത്തു നിന്നും ദൈവം ദാനിയേലിനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കുമായി ദാനിയേലിൻ്റെ ദൈവത്തെക്കുറിച്ച് ചെയ്യുന്ന വിളംബരമാണ് നമ്മൾ ഇന്ന് ശ്രവിച്ചത്. അവിടുന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയന്നു വിറയ്ക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. ദാരിയൂസ് എന്ന് പറയുന്ന രാജാവ് തൻ്റെ ജനങ്ങളോട് പറയുകയാണ്, ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഭയന്നു വിറയ്ക്കണം. നമ്മൾക്ക് ആ ഭയം പിതാവായ ദൈവത്തിൻ്റെ അടുക്കലുണ്ടോ? നമ്മൾ ദേവാലയത്തിൽ ബലി അർപ്പിക്കുമ്പോൾ ആ ഭയത്തോടും ബഹുമാനത്തോടുമാണോ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്? എങ്കിൽ നിത്യം ജീവിക്കുന്നവനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസം നിനക്കൊരനുഗ്രഹമായി മാറും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.